നമസ്കാരം. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾക്കൊക്കെ കാരണം എന്താണെന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും നമുക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. അത്രയ്ക്കും വിചിത്രമായ, വ്യത്യസ്തമായിട്ടുള്ള, പേടിപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വാർത്തകളാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇന്നലെ കണ്ട മനുഷ്യന്മാരെ അല്ല നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലാതെ വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന മനുഷ്യന്മാര് ഇന്ന് നോക്കുമ്പോൾ അവരുടെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറുകയാണ്. സ്വന്തം വീട്ടുകാരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അവരുടെ സ്വഭാവം മാറുന്നു. എന്നിട്ട് വീട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കിയിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ ഞാൻ അത് ചെയ്തു എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പറയുന്നു. തിരുവനന്തപുരത്ത് നടന്ന സംഭവം, 23 വയസ്സുകാരൻ ചെറുക്കൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നുള്ളത് നാട്ടുകാർക്ക് ഇപ്പോഴും സംശയമാണ്. അവൻ അങ്ങനെ ചെയ്യുന്ന ചെറുക്കനല്ല, അവൻ അങ്ങനത്തെ ചെറുക്കനല്ല, അവൻ പാവമായിരുന്നു, നല്ല ചെറുക്കനായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ അവൻ എന്ത് സംഭവിച്ചു? നമ്മൾ ചില സമയത്ത് അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നമ്മൾ. എന്നിട്ടും ഈ സമൂഹത്തിൽ ചില നികൃഷ്ട ജന്മങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവം നമ്മുടെ സമൂഹത്ത് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നോ ഒന്നും അല്ല ഇവർ ആലോചിക്കുന്നത്. ഈ സംഭവത്തെ മാക്സിമം എങ്ങനെ മുതലെടുക്കാം, ഇതിനെ വെച്ച് മാക്സിമം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം, തമ്മിത്തല്ലുണ്ടാക്കാം എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ട്, ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ട് ആരെങ്കിലും ഇതിനെ മതവുമായിട്ട് കണക്ട് ചെയ്യുമോ? മതവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം എന്തുമായിരിക്കും? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക. ഞാൻ കുറച്ച് കമന്റ്സ് കാണിക്കാം. തിരുവനന്തപുരത്ത് ഇന്നലെ നടന്ന സംഭവത്തിന്റെ വാർത്ത വരുമ്പോൾ ആ വാർത്തയുടെ അടിയിൽ വരുന്ന കമന്റുകളാണ്. എങ്ങനെയുണ്ട്? തമ്മിത്തല്ലിക്കാനുള്ള കമന്റ് അല്ലേ? പരസ്പരം കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള കമന്റ് അല്ലേ? നിങ്ങൾ ഈ മതത്തിൽ ജനിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന മതഗ്രന്ഥത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എനിക്ക് ഈ കമന്റ് ഇട്ടവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയ്ക്കും വിവരമില്ലാത്തവരായി പോയല്ലോ? നിങ്ങൾ ഇത്രയും പൊട്ടന്മാരാണോ? ഇത്തരം കാര്യങ്ങളിൽ മതം എന്ന് പറയുന്ന ഒരു മാനദണ്ഡമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ എല്ലാ മതസ്ഥരും ചെയ്യുന്നുണ്ടല്ലോ, ഇത്തരം കുറ്റകൃത്യങ്ങളെ എല്ലാ മതസ്ഥരും കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ മതം എന്ന് പറയുന്നത് ഇതിനകത്തൊരു പോയിന്റേ അല്ല, ഇതിനകത്തൊരു കാര്യമേ അല്ല. മനുഷ്യന്മാർക്ക് പ്രശ്നം ഉണ്ടാകുന്നു. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് മനുഷ്യന്മാരാണ്, ഇത്തരം പ്രവർത്തികളിൽ ഇരയാകുന്നത് മനുഷ്യന്മാരാണ്. അങ്ങനെ കണ്ടാൽ പോരെ, അങ്ങനെ നോക്കി കണ്ടാൽ പോരെ, എല്ലാം ചെയ്യുന്നത് മനുഷ്യന്മാരാണ്. ആ രീതിയിൽ കാണുക. ഇതിനകത്ത് എന്തിനാണ് മതവുമായിട്ട് കണക്ട് ചെയ്യുന്നത്? വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുകയല്ലേ? ഈ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള പ്രശ്നത്തെ ഊതിപ്പെരുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ. അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. ഒന്നാമതേ നമ്മുടെ നാട് പരിതാപകരമാണ്. ആ അവസ്ഥ വഷളാക്കാതിരിക്കുക. കുറച്ചെങ്കിലും ഒരു ഔചിത്യത്തോടു കൂടിയിട്ട്, വിവരത്തോടു കൂടിയിട്ട് ചിന്തിക്കുക. നമ്മുടെ നാടിന്റെ കാര്യമാണ് എന്ന് ആലോചിക്കുക. പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക, പ്രശ്നം വഷളാക്കാതെ ഇരിക്കുക. എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ട ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഒരു പ്രയോജനവും കിട്ടുന്നില്ല. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് നിയമവ്യവസ്ഥയെയും കോടതിയെയും നിയമത്തെയും പോലീസുകാരെയും പട്ടാളക്കാരെയും ജയിലിനെയും ഒക്കെ തന്നെ എല്ലാവർക്കും പേടിയായിരുന്നു. പോലീസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓടി ഒളിക്കുമായിരുന്നു. അത് മാത്രമല്ല, എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധമുണ്ട്, പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതൊക്കെ പേടിയായിരുന്നു. നിയമം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുട്ട് വിറയ്ക്കുമായിരുന്നു, കോടതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുട്ട് വിറയ്ക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ആൾക്കാർ. എല്ലാവർക്കും ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു അവർ ചെയ്യുന്നതിൽ. പക്ഷെ ഇപ്പം ആ കൺട്രോൾ ഇല്ല. ഇപ്പൊ പോലീസുകാരെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആർക്കും പേടിയില്ല, ഭയമില്ല. നിയമം എന്ന് കേട്ട് കഴിഞ്ഞാൽ ആർക്കും പേടിയില്ല, ഭയമില്ല. കോടതി എന്താണ്? ഏതോ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. ആ രീതിയിലാണ് കോടതിയെയും ജയിലിനെയും പോലീസിനെയും ഒക്കെ ഇപ്പൊ ആൾക്കാർ കാണുന്നത്. എല്ലാ തെറ്റും ചെയ്തിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എങ്ങോട്ടേക്കാണ് പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക്. എല്ലാം ചെയ്തിട്ട് ഞാൻ ചെയ്തേന്ന് പറഞ്ഞുകൊണ്ട് 2 കൈ നീട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർക്കറിയാം പോലീസുകാർ അവരെ സംരക്ഷിക്കും. അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നേ. കാരണം പോലീസുകാർ ബാക്കിയുള്ള നാട്ടുകാരിൽ നിന്ന് ഈ വ്യക്തിയെ സംരക്ഷിക്കും. അയാൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു തരും, അയാൾക്ക് കിടക്കാൻ സ്ഥലം കൊടുക്കും. അതിനുശേഷം പിന്നെ ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ചെലവിൽ സുഖമായിട്ട് ജീവിക്കാം. 3 നേരം ഭക്ഷണം കഴിച്ച്, മിഷ്ടാന്നം ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. പേടിയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമം ഇപ്പം ഇങ്ങനെയാണ്. നിയമത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. എന്ത് ചെയ്തു കഴിഞ്ഞാലും
കിട്ടുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് 14 വർഷം. അതിൽ കൂടുതൽ ശിക്ഷ കിട്ടില്ല. ഈ 14 വർഷം സുഖജീവിതം, ഒന്നും അറിയണ്ട. 3 നേരം ഭക്ഷണം മുമ്പിൽ വരും, എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെന്റിന്റെ ചെലവിൽ സുഖമായിട്ട് ജീവിക്കാം. ഇനി അത് മാത്രമാണോ? ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ മുതൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ വരെ ലഹരി എന്ന് പറയുന്ന സാധനത്തിന്റെ ഉപയോഗം കൂടുതലാണ്. പല വെറൈറ്റി സാധനങ്ങളാണ് മാർക്കറ്റിൽ. വെറൈറ്റി ആയിട്ടുള്ള മുട്ടായികൾ അവൈലബിൾ അല്ലേ? അതേപോലെ മുട്ടായികളുടെ കൂട്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇതൊക്കെ എല്ലാവർക്കും ഇപ്പൊ സുലഭമായിട്ട് കിട്ടും. ഇത് വാങ്ങിച്ചുപയോഗിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഒരു മായിക ലോകത്ത്. വീട്ടുകാരെയും തിരിച്ചറിയത്തില്ല, ഉമ്മയും തിരിച്ചറിയത്തില്ല, ഉപ്പയും തിരിച്ചറിയത്തില്ല, അച്ഛനെയും അമ്മയും തിരിച്ചറിയത്തില്ല, സഹോദരങ്ങളെയും തിരിച്ചറിയത്തില്ല, ആരെയും തിരിച്ചറിയത്തില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ വാളെടുക്കും. ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. നേരത്തെ ചിന്തിക്കാനുള്ള ഒരു ശേഷി ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. യങ്സ്റ്റേഴ്സിന് പേടിയുണ്ടായിരുന്നു, നിയമത്തെ പേടിയുണ്ടായിരുന്നു, മാതാപിതാക്കളെ പേടിയുണ്ടായിരുന്നു, അധ്യാപകരെ പേടിയുണ്ടായിരുന്നു. ഇപ്പം എത്ര പേർക്കുണ്ട് അധ്യാപകരെ പേടി? അധ്യാപകര് എങ്ങാനും ഒന്ന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ, എങ്ങാനും ഒന്ന് ശബ്ദമുയർത്തി കഴിഞ്ഞാൽ പിന്നെ അധ്യാപകർക്ക് പിന്നെ പിറ്റേ ദിവസം ശബ്ദമുയർത്താൻ അയാളുടെ നാവുണ്ടായിരിക്കത്തില്ല. ആ അവസ്ഥയാണ്. അധ്യാപകരെ പേടിയില്ല, മാതാപിതാക്കളെ പേടിയില്ല, ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. കുറെ സാധനവും വാങ്ങിച്ച് ഉപയോഗിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉപയോഗം ഇവിടെ കൂടുന്നത് എന്തുകൊണ്ടാണ്? ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടല്ലേ? കണ്ണടയ്ക്കുന്നത് കൊണ്ടല്ലേ? നിയമം സ്ട്രിക്റ്റ് അല്ല. നിയമത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ആണ്. പോലീസുകാർ സ്ട്രിക്റ്റ് അല്ല. പോലീസുകാർക്ക് വേറെ പല പരിപാടികളാണ്. അതിൻ്റെ ഒപ്പം ഭരിക്കുന്ന ആൾക്കാരും അവരൊട്ടുമേ സ്ട്രിക്റ്റ് അല്ല. അവരെല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നു. അപ്പം ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒന്നിച്ചു നിന്ന് ഇതിനൊക്കെ എന്ത് പരിഹാരം കാണാം, എങ്ങനെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാം, നമ്മുടെ യങ്സ്റ്റേഴ്സിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഇത്തരം വലയിലേക്ക് വീണു പോകുന്ന നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടികളെ എങ്ങനെ അതിൽ നിന്ന് രക്ഷിക്കാം, ഇത്തരം കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചിരുന്ന് കണ്ടെത്തണം. നമ്മളെ ഭരിക്കുന്ന ആൾക്കാർ ശരിയല്ലെന്നുണ്ടെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്യണം. നിയമം സ്ട്രോങ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് പ്രതിഷേധിക്കാം, സമരം ചെയ്യാം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതെല്ലാം ഒന്നിച്ച് നിന്നെങ്കിലല്ലേ നടക്കുകയുള്ളൂ. അതിന് പകരം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കുഴപ്പമാണ്, നിങ്ങൾ പൂജിക്കുന്ന ദൈവത്തിന്റെ കുഴപ്പമാണ്, നിങ്ങൾ പഠിക്കുന്ന മതഗ്രന്ഥത്തിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടും? ഉള്ള പ്രശ്നം വഷളാക്കാം. അതല്ലേ ഉള്ളൂ. അപ്പൊ ഈ കമന്റ് ഇടുന്നവര് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ടിടുക. കുറച്ചെങ്കിലും ബോധവും വിവരവും കാണിക്കുക. ഈ കമന്റ് ഇടുന്നവരും ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന വ്യക്തികളും തമ്മിൽ എന്താണ് ഡിഫറൻസ്? ഈ 23 വയസ്സുകാരന്റെ കാര്യം പറഞ്ഞു. അവൻ ചെയ്തതും നിങ്ങൾ ചെയ്തതും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ ചെയ്തത് ഇത് തന്നെയല്ലേ? ഹിഡൻ ആയിട്ടിരുന്ന് ചെയ്യുന്നു, അവൻ നേരിട്ട് ചെയ്തു. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ കുറച്ചെങ്കിലും വിവരത്തോടുകൂടി ബോധത്തോടു കൂടിയിട്ട് ഒന്ന് ആലോചിച്ച് ഔചിത്യത്തോടു കൂടിയിട്ട് പെരുമാറുക. നമ്മുടെ നാട് എന്ന് പറയുന്ന ആ ഒരു വികാരമായിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. അവരവരുടെ മതം അനുഷ്ഠിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ. അതൊന്നും ഇതിനകത്തൊരു ബാധകമേ അല്ല. മതമോ ജാതിയോ നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന കാര്യങ്ങളോ ഒന്നും ഇതിനകത്തൊരു ബാധകമല്ല. മനുഷ്യന്മാർക്ക് സംഭവിച്ചേക്കുന്ന മൂല്യച്യുതി. അപ്പം അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഒത്തൊരുമിച്ച് നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാതിരിക്കുക. ദയവ് ചെയ്ത് തമ്മിൽ തല്ലിക്കാതിരിക്കുക. പ്രശ്നം വഷളാക്കാതിരിക്കുക.